നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന ക്ഷീരകർഷക സംഗമം പടവ് 2024 ചക്കുവള്ളം അണക്കരയിൽ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ക്ഷീരമേഖലയിൽ സർക്കാർ നടത്തിവരുന്ന ഇടപെടലുകൾ കേരളത്തെ ക്ഷീരകർഷക സൗഹൃദ സംസ്ഥാനമായി രൂപാന്തരപ്പെടുത്താൻ സഹായിച്ചുവെന്ന് മന്ത്രി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രതിഷേധ ജാഥയ്ക്ക് 21 കട്ടപ്പനയിൽ നൽകുന്ന സ്വീകരണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ. വൈകിട്ട് 4 മണിക്ക് സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിന്റെ 5 കേന്ദ്രങ്ങളിൽ നിന്ന് പ്രകടനമായാണ് പ്രവർത്തകർ സമ്മേളന നഗരിയിലെത്തുക. പൂപ്പാറയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾ സമരം സംഘടിപ്പിച്ചു. സമരം കോടതി വിധിയെ തുടർന്ന് പൂപ്പാറ പന്നിയാർ പുഴയോരത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ച് അനുകൂല തീരുമാനം ലഭിക്കുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരികൾ. കണ്ണ് തെറ്റിയാൽ കൃഷിയിടത്തിൽ കള്ളന്മാരുടെ ശല്യം രൂക്ഷമായതോടെ കള്ളനെ പിടികൂടുന്നവർക്ക് 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച് നെടുങ്കണ്ടം തൂക്കുപാലം സ്വദേശിയായ കർഷകൻ പാരിതോഷികം പ്രഖ്യാപിക്കാൻ നിർബന്ധിതനായത് ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ കള്ളന്മാരുടെ ശല്യം രൂക്ഷമായതോടെ. വിശദമായ വാർത്തകൾ. ക്ഷീരമേഖലയിൽ സർക്കാർ നടത്തിവരുന്ന ഇടപെടലുകൾ കേരളത്തെ ക്ഷീരകർഷക സൗഹൃദ സംസ്ഥാനമായി രൂപാന്തരപ്പെടുത്താൻ സഹായിച്ചുവെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. സംസ്ഥാന ക്ഷീരകർഷക സംഗമം പടവ് 2024 ചക്കുവള്ളം അണക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കന്നുകാലികളിൽ ലിംഗനിർണ്ണയം നടത്തിയ ബീജത്തിന്റെ വിതരണം വ്യാപകമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ പശുക്കളിൽ ഹെൽത്ത് ടാഗ് വിതരണം വ്യാപകമാക്കാൻ പദ്ധതി ആവിഷ്കരിക്കും. ഇടുക്കി ജില്ലയിലെ ഗ്രാമീണ മലയോര മേഖലകളിൽ വെറ്റിനറി സേവനം ഉറപ്പാക്കുന്നതിനായി 3 പുതിയ മൊബൈൽ വെറ്റിനറി ക്ലിനിക്കുകൾ സ്ഥാപിക്കും. കന്നുകാലികളിൽ ലിംഗനിർണ്ണയം നടത്തിയ ബീജത്തിന്റെ വിതരണം വ്യാപകമാക്കുമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. 140 നിയോജക മണ്ഡലങ്ങളിൽ ബ്ലോക്കല്ല 140 നിയോജക മണ്ഡലങ്ങളിൽ എല്ലാ കർഷകർക്കും ഒരു എന്ത് തീറ്റയാണ് കൊടുക്കാനുള്ളത്, ഏതൊക്കെ തീറ്റകൾ കൊടുക്കാൻ സാധിക്കും, അവർക്ക് സെമിനാറുകൾ സംഘടിപ്പിച്ച് ബോധവൽക്കരണം ഉൾപ്പെടെ നടത്തുവാൻ ഒരു വലിയ പരിശ്രമം ഞങ്ങൾ അതിലൂടെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ആയിട്ട് വേണം നമ്മുടെ പശുക്കളെ നോക്കുവാൻ, വളർത്തിയെടുക്കുവാൻ. അതുകൊണ്ട് ഉപജീവനം മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട്. ഇന്ന് യുവ കർഷകർ ഉൾപ്പെടെ കേരളത്തിലേക്ക് വരുന്നുണ്ട്. NRI വിദേശങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്ന ആൾക്കാർ ഉൾപ്പെടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്കൊക്കെ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സംവിധാനത്തിലേക്ക് ഞങ്ങൾ. പീരുമേട് MLA വാഴൂർ സോമൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ആസിഫ് K യൂസഫ് IAS പദ്ധതി വിശദീകരണം നടത്തി. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്ഷീര കർഷകനുള്ള 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന ക്ഷീര സഹകാരി അവാർഡും, ആപ്കോസ് വിഭാഗത്തിൽ മികച്ച ക്ഷീരസംഘത്തിനുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. കൂടാതെ നോൺ ആപ്കോസ് വിഭാഗത്തിലുള്ള പുരസ്കാരം ഇടുക്കിയിലെ ലക്ഷ്മി മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സഹകരണ സംഘം നേടി. വിവിധ വിഭാഗങ്ങളിലുള്ള മാധ്യമ അവാർഡുകളും ക്ഷീരസംഗമത്തിൽ വെച്ച് വിതരണം ചെയ്തു. മിൽമ ചെയർമാൻ KS മണി, കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, ERC MPU ചെയർമാൻ MT ജയൻ, TRC MPU ചെയർപേഴ്സൺ മണി വിശ്വനാഥ്, ഇളംദേശം ബ്ലോക്ക് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് കുരുവിള എന്നിവർ സംസാരിച്ചു. കേരള ഫിഡ് ചെയർമാൻ K ശ്രീകുമാർ, ക്ഷീരവികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ്, കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് CEO R രാംഗോപാൽ, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് MT ഡോക്ടർ രാജീവ്, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ്, ERC MPU ബോർഡ് മെമ്പർ പോൾ മാത്യു, MRC MPU ബോർഡ് മെമ്പർ PP നാരായണൻ, K സലിംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രതിഷേധ ജാഥയ്ക്ക് 21 കട്ടപ്പനയിൽ നൽകുന്ന സ്വീകരണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 മണിക്ക് സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിന്റെ 5 കേന്ദ്രങ്ങളിൽ നിന്ന് പ്രകടനമായാണ് പ്രവർത്തകർ സമ്മേളന നഗരിയിലേക്ക് എത്തുക. സമ്മേളനത്തിൽ 15,000 പ്രവർത്തകർ പങ്കെടുക്കും. പീരുമേട് നിയോജകമണ്ഡലം പൂർണ്ണമായും, ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലെ നെടുങ്കണ്ടം ബ്ലോക്കിലെ 6 മണ്ഡലങ്ങളും, ഇടുക്കി ബ്ലോക്കിലെ മരിയാപുരം വാഴത്തോപ്പ് മണ്ഡലങ്ങളും, കട്ടപ്പന ബ്ലോക്കിലെ വാത്തിക്കുടി, കാമാക്ഷി, കട്ടപ്പന, കാഞ്ചിയാർ മണ്ഡലങ്ങളിലെ പ്രവർത്തകരുമാണ് സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുന്നത്. പീരുമേട് ബ്ലോക്കിലെ പ്രവർത്തകർ കട്ടപ്പന പള്ളിക്കവലയിൽ നിന്നും, ഏലപ്പാറ ബ്ലോക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ നിന്നും, ഇടുക്കി ബ്ലോക്ക് ഇടുക്കി കവല പമ്പ് ജംഗ്ഷനിൽ നിന്നും, കട്ടപ്പന ബ്ലോക്ക് പേഴുങ്കവല റോഡിൽ ഹിൽടൗൺ പരിസരത്തു നിന്നും, നെടുങ്കണ്ടം ബ്ലോക്ക് പാറക്കടവ് റോഡിൽ പവിത്ര ജംഗ്ഷനിൽ നിന്നും പ്രകടനം ആരംഭിക്കുമെന്ന് AICC അംഗം EM അഗസ്തി പറഞ്ഞു. സമരാഗ്നി ജാഥയ്ക്ക്
വൻപിച്ച വരവേൽപ്പ് നടക്കാനുള്ള ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു. 15,000 കോൺഗ്രസ് പ്രവർത്തകന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സമീപകാലത്ത് കട്ടപ്പനയിൽ നടന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രചരണ പരിപാടിയായി ഈ സമരാഗ്നിയുടെ വരവേൽപ്പ് ശ്രദ്ധേയമായിത്തീരും. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് 21 മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകന്മാരാണ്. പീരുമേട് നിയോജകമണ്ഡലം, ഏലപ്പാറ പീരുമേട് ബ്ലോക്കുകൾ, ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലെ നെടുങ്കണ്ടം ബ്ലോക്ക്, ഇടുക്കി നിയോജകമണ്ഡലത്തിലെ കട്ടപ്പന ബ്ലോക്ക്, ഇടുക്കി ബ്ലോക്കിലെ വാഴത്തോപ്പ് മെരിയാപുരം മണ്ഡലത്തിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഈ സ്വീകരണ സമ്മേളനത്തിൽ അണിനിരക്കുക. 5 കേന്ദ്ര പ്രകടനമായിട്ടാണ് സമ്മേളന സ്ഥലത്തിലേക്ക് എത്തിച്ചേരുന്നത്. പീരുമേട് എന്ന് വരുന്ന ആളുകൾ, ഏലപ്പാറ വഴി വരുന്ന ആളുകൾ ടൗൺ ഹാളിന് ശേഷം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ കേന്ദ്രീകരിക്കും. ഇടുക്കിയിൽ നിന്നുള്ള ആളുകൾ പമ്പ് ജംഗ്ഷനിൽ കേന്ദ്രീകരിക്കും. കട്ടപ്പന ബ്ലോക്കിലെ ആളുകൾ ഹിൽ ടൗൺ ഹോട്ടലിൻ്റെ പരിസരത്ത് കേന്ദ്രീകരിക്കും. നെടുങ്കണ്ടത്തുനിന്ന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകന്മാർ മലബാർ ഗോൾഡ് എന്ന വ്യാപാര സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്ന് കേന്ദ്രീകരിച്ച് പ്രകടനമായി 5 പ്രകടനങ്ങളായി സമ്മേളന സ്ഥലത്ത് വിവിധ വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും പ്രകടനത്തിന് അണിനിരക്കും. ജാഥ ക്യാപ്റ്റന്മാരെ ചേന്നാട്ടുമറ്റം ജംഗ്ഷനിൽ നിന്നും തുറന്ന വാഹനത്തിൽ സ്വീകരിച്ച് ആനയിക്കും. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കി ഭൂവുടമകളെ വഴിയാധാരമാക്കിയ ഇടത് ഭരണത്തിനെതിരായ ശക്തമായ പ്രതിഷേധം സമരാഗ്നിയിൽ ആളിക്കത്തുമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. സ്വിസ് ബാങ്കിൽ കിടക്കുന്ന കള്ളപ്പണമെല്ലാം കൊണ്ടുവന്ന് കേരളത്തിലെ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വീതം വിട്ടുകൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് 10 വർഷം മുമ്പ് വോട്ട് പിടിച്ച് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അന്നു മുതൽ നടത്തുന്ന കള്ളപ്രചരണം, ഈ നുണപ്രചരണത്തിന് ഒരു കാരണവശാലും ആളുകൾ വശംവദരാവരുത് എന്നുള്ളത് അതിനുള്ളൊരു മുന്നറിയിപ്പുമായിട്ടാണ് ഈ ജാഥ മുമ്പോട്ട് പോകുന്നത്. 2014 ഉണ്ടായിരുന്നതിനേക്കാളെല്ലാം കാര്യങ്ങൾ വഷളായി പോയി കഴിഞ്ഞിരിക്കുന്നു. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷെ അതനുസരിച്ചൊന്നും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല. വാർത്താ സമ്മേളനത്തിൽ AICC അംഗം EM ആഗസ്തി, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC സെക്രട്ടറി തോമസ് രാജൻ, കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, KJ ബെന്നി, മനോജ് മുരളി, ജോയി ആനിത്തോട്ടം, ജോയി പുരുന്നോലി എന്നിവർ പങ്കെടുത്തു. KPCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്ര ഇടുക്കിയിൽ എത്തുന്നതിന് മുന്നോടിയായി വണ്ടിപ്പെരിയാറിൽ വിളംബര റാലി നടത്തി. വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. സമരാഗ്നി പ്രക്ഷോഭയാത്ര 20, 21 തീയതികളിൽ ഇടുക്കിയിൽ പര്യടനം നടത്തുകയാണ്. ഇതിന് മുന്നോടിയായാണ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാറിൽ വിളംബര റാലി സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന യോഗത്തിൽ വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി R ഗണേശൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ തൂർത്തും അഴിമതിയും തുറന്നു കാണിച്ചുകൊണ്ട് അതിനോടൊപ്പം തന്നെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ജനാധിപത്യവും മതേതരത്വവും എല്ലാം സംരക്ഷിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഈ രാജ്യത്ത് അധികാരത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യകതകൾ ഉന്നയിച്ചുകൊണ്ടൊക്കെയാണ് ഈ സമരാഗ്നി എന്ന ഒരു ജാഥ കാസർഗോഡ് മഞ്ചേശ്വരത്തിൽ നിന്നും ആരംഭിച്ച് 21-ാം തീയതി നമ്മുടെ 21-ാം തീയതി നമ്മുടെ ജില്ലയിൽ എത്തിച്ചേരുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം മാത്രം ഉറക്കെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ ജാഥ തിരുവനന്തപുരത്തിൽ എത്തിച്ചേരുമ്പോൾ പ്രിയമുള്ളവരെ, കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ നാളിതുവരെ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഗവൺമെന്റിന് ഒരു ആണിയടിച്ചുകൊണ്ട് ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയടിക്കുന്ന ഒരു സന്ദർഭമായിരിക്കും ഈ ജാഥ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ എത്തിച്ചേരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. നേതാക്കളായ M ഉദയസൂര്യൻ, S ഗണേശൻ, രാജൻ കുഴുവൻമാക്കൽ, സെവി പത്യാല, ഷാരി ബിനു ശങ്കർ, പ്രിയങ്ക മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പൂപ്പാറയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾ സമരം നടത്തി.
കോടതി വിധിയെ തുടർന്ന് പൂപ്പാറ പന്നിയാർ പുഴയോരത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം നടത്തിയത്. അനുകൂലമായ തീരുമാനം ലഭിക്കുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് വ്യാപാരികളുടെ തീരുമാനം. കോടതി വിധിയെ തുടർന്നാണ് പൂപ്പാറയിലെ 3 ആരാധനാലയങ്ങളും വീടുകളും കടകളും ഉൾപ്പെടെ 56 കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത്. വീടുകളിലെ താമസക്കാർക്ക് തുടരാൻ അനുമതി നൽകിയെങ്കിലും വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടപ്പിച്ചു. പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ ജില്ലാ ഗ്രാമപഞ്ചായത്തുകളോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ അതുവരെ സ്ഥാപനങ്ങൾ തുറന്ന് വ്യാപാരം നടത്താൻ അനുവദിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. പൂപ്പാറയിലെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും അടച്ചാണ് പ്രതിഷേധം. ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന സാധന സാമഗ്രികൾ വിറ്റഴിക്കുവാനുള്ള ഒരു അവസരം. കാരണം ഇത് വേറെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി എടുത്തു വെച്ച് വിൽക്കുവാനോ അങ്ങനെയൊന്നും ചെയ്യുന്ന സാധന സാമഗ്രികളല്ല ഇരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്താണ് ഞങ്ങൾ ഈ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്. ഈ സ്ഥാപനങ്ങളിലെല്ലാം ഇരിക്കുന്ന ആ മുതലുകൾ മുഴുവൻ ഞങ്ങൾക്ക് കൊടുത്തു തീർത്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന കടക്കാരായ ആളുകൾക്ക് ഞങ്ങൾക്ക് പണം തിരിച്ചടയ്ക്കാൻ സാധിക്കുള്ളൂ. ആയതിനാൽ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് വളരെ താഴ്മയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് ഈ ഇവിടെ ഇരിക്കുന്ന സാധന സാമഗ്രികൾ വിറ്റ് തീർക്കുന്നതിന് വരെയുള്ള സമയം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, പുനരധിവാസ പാക്കേജ് പറഞ്ഞിട്ടുണ്ട്. ആ പുനരധിവാസം വരെയെങ്കിൽ തന്നെയും ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു അനുമതി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള ആവശ്യം. തുടർച്ചയായി സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നാൽ അത് ചെറുകിട വ്യാപാരികളെ വൻ കടക്കണിയിലാക്കുമെന്നാണ് വ്യാപാരികളുടെ അഭിപ്രായം. തങ്ങളുടെ പ്രതിസന്ധികൾ അറിയിച്ച് ഇവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അനുകൂല വിധി ഉണ്ടായില്ലെങ്കിൽ തുടർ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് തീരുമാനം. പൂപ്പാറയിൽ നിന്നും ചെറുകിട വ്യാപാരികളെ ഇറക്കിവിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ സർക്കാരിന്റെ തീരുമാനമാണെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ നടന്ന നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ ഇടുക്കിയിൽ നടപ്പിലാക്കുന്ന എല്ലാ നടപടികളുടെയും ഒന്നാമത്തെ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പൂപ്പാറയിൽ നിന്നും ചെറുകിട വ്യാപാരികളെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ സർക്കാരിന്റെ തീരുമാനമാണെന്നും ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു. കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ സംഘടിപ്പിച്ച നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, പിണറായി വിജയൻ സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിയാണ് ഈ നാട്ടിലുള്ളത് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, അതേ ഗവൺമെന്റിന്റെ ജില്ലാ കളക്ടറാണ് ഇടുക്കി ജില്ലയിൽ ഉള്ളത് എങ്കിൽ അവർ നടത്തുന്ന എല്ലാ നടപടികളുടെയും ഒന്നാമത്തെ ഉത്തരവാദി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് പറയാൻ ഞാൻ ഇവിടെ പറയുകയാണ്. അല്ലാതെ വേറെ ആരെങ്കിലും ആണോ? ഈ പറയപ്പെടുന്ന 52 ചെറുകിട വ്യാപാരികളെ ഇവിടെ നിന്നും ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തീരുമാനമാണ്, അല്ലാതെ വേറെ നാട്ടുകാരുടെ തീരുമാനമാണോ? അല്ല. അപ്പൊ അതവിടെ നടന്നു. അല്ലെങ്കിൽ തീരുമാനം മറിച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പറയാൻ പറ്റുമായിരുന്നല്ലോ. ഈ കളക്ടർക്ക് ഫോണിൽ വിളിച്ച് മാറിപ്പം പറഞ്ഞ് അവർ പോകുമായിരുന്നല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടില്ല. പൂപ്പാറയിലെ വ്യാപാര സ്ഥാപനങ്ങളെയും വീടുകളെയും പുനരധിവസിപ്പിക്കണം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റി നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ആർ വരദരാജന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നയവിശദീകരണ യോഗത്തിൽ KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു മുഖ്യപ്രഭാഷണം നടത്തി. എസ് വനരാജ്, KK മോഹനൻ, PS വില്യം, ബാബു വർഗീസ്, PS രാഘവൻ, മണികണ്ഠൻ, സാജു വാക്കോട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണു തെറ്റിയാൽ കൃഷിയിടത്തിൽ കള്ളന്മാരുടെ ശല്യം. ഇതോടെ കള്ളനെ പിടികൂടുന്നവർക്ക് 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നെടുങ്കണ്ടം തൂക്കുപാലം സ്വദേശിയായ കർഷകൻ. ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ കള്ളന്മാരുടെ ശല്യം രൂക്ഷമായതോടെയാണ് കർഷകൻ പാരിതോഷികം പ്രഖ്യാപിക്കാൻ നിർബന്ധിതനായത്. നെടുങ്കണ്ടം തൂക്കുപാലം സ്വദേശിയായ രാജേഷാണ് മോഷണ ശല്യം മൂലം കള്ളനെ പിടികൂടുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വ്യാപകമായ രീതിയിൽ ഇങ്ങനെ കള്ളന്മാരുടെ ശല്യം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൃഷിയെടുത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണ് നമ്മളിത് ഈ ചെയ്തത്. അപ്പോൾ നിവൃത്തികേട് കൊണ്ടാണ്. എൻ്റെ പൈസ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ 1 ലക്ഷം രൂപ ഇതിനകത്ത് എൻ്റെ പാരിതോഷികം കള്ളനെ പിടിച്ചെന്നാൽ കൊടുക്കാമെന്ന് പറഞ്ഞത്. കാരണം വളരെ ദുഃഖകരമായ, കാരണം കടം മേടിച്ചാണെങ്കിലും ആ പണം കള്ളനെ പിടിക്കണം. കള്ളനെ പിടിച്ചാൽ മതി. പരിസരങ്ങളിലെല്ലാം ഇപ്പം വ്യാപകമായ രീതിയിൽ പച്ചക്ക മോഷണം പോകാന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ട്. കോവിഡ് കാലഘട്ടത്തിലാണ് രാജേഷ് ഏലം കൃഷി ആരംഭിച്ചത്. വില കൊടുത്ത് വെള്ളം വാങ്ങിയാണ് കൃഷി പരിപാലിക്കുന്നത്.
എന്നാൽ വിളവായ കാലം മുതൽ കള്ളന്മാരുടെ ശല്യവും തുടങ്ങി. തോട്ടത്തിൽ നിന്നും പച്ച ഏലയ്ക്ക പലതവണ നഷ്ടപ്പെട്ടു. കാരണം ഇതിനകത്ത് പിന്നെ ഏലക്കായ്ക്ക് ഒന്നാതെ വില കുറവുണ്ട്. കാരണം ഉൽപ്പാദനത്തിന്റെ കുറവുണ്ട്. കാലാവസ്ഥ നമുക്ക് ഭയങ്കര വിഷയമാണ്. അതിനിടയ്ക്ക് നമ്മളാണെങ്കിൽ വെള്ളമൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വെള്ളം വളരെ കുറവാണ്. വെള്ളമില്ല. നമ്മൾ വെള്ളം വില കൊടുത്ത് വാങ്ങിയാണ് നമ്മൾ ഇതിനകത്ത് ഇത്രയും നട്ട് നനച്ച് ഈ ചെടി ഒരു പരുവത്തിലാക്കി എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കാണെങ്കിൽ പിന്നെ കുടിവെള്ളത്തിനുള്ള സംവിധാനം ഇതിനകത്തില്ല. അതുപോലെ തന്നെ തോട്ടം നനയ്ക്കാനുള്ള സംവിധാനം ഇതിനകത്തില്ല. അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പോലും നമുക്കാണെങ്കിൽ ഒരു പിന്നെ ഇതിൻ്റെ അത് കിണറിൻ്റെ ഒരു കുഴൽക്കിണർ ഒഴിക്കാനുള്ള സംവിധാനങ്ങളോ മറ്റ് സംവിധാനങ്ങളോ നമുക്ക് ഒരു പദ്ധതികളൊന്നും ആവിഷ്കരിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇതുപോലെ കള്ളനും കൊണ്ടുപോയി കഴിഞ്ഞാൽ വേറെ ഒരു മാർഗ്ഗമില്ല. കാരണം ഇത്രയും രൂപ മുടക്കിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ഫലമാകുന്നില്ലെങ്കിൽ വേറെ ഒരു മാർഗ്ഗമില്ല. ഒരു ഉപജീവന മാർഗ്ഗം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സ്ഥലത്ത് പണിയൊക്കെ ഉണ്ടായി. നമ്മുടെ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു ഏലകൃഷി തുടങ്ങിയത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് ചെടിയൊക്കെ ഒന്ന് പിടിച്ചു വരികയുണ്ടായി. ആ സമയത്ത് തന്നെ പിടിച്ചു വരുന്ന സമയത്ത് തന്നെ ആദ്യത്തെ വിളവെടുപ്പ് തന്നെ ആൾക്കാർ കള്ളം കൊണ്ടുപോയി. ഇപ്പം രണ്ടാമത് ഇപ്പം ഈ ഒരു 15 ദിവസം മുന്നേ ഞാൻ മരുന്നടിയെല്ലാം കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിഞ്ഞ് കായെടുക്കാമല്ലോ എന്ന് പറഞ്ഞിവിടെ വന്നപ്പോഴത്തേന് എല്ലാത്തിൽ നിന്നും കുറച്ച് കായെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഓരോ തവണ കൃഷിയിടത്തിലെത്തുമ്പോഴും പല ഏലച്ചെടികളിൽ നിന്നും ഏലയ്ക്ക നഷ്ടമായിട്ടുണ്ടാകും. ഓരോ വിളവെടുപ്പിനും ആയിരക്കണക്കിന് രൂപ നഷ്ടം. ഇടുക്കിയിലെ മിക്ക മേഖലകളിലും കൃഷിയിടങ്ങളിൽ നിന്ന് പച്ച ഏലയ്ക്ക നഷ്ടമാകുന്നത് പതിവായിരിക്കുകയാണ്. പാരിതോഷികം പ്രഖ്യാപിച്ചതോടെ നാട്ടുകാരുടെ സഹായത്തോടെ കള്ളനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ. വാഗമൺ ഉണ്ണിച്ചെടിക്കാടിന് സമീപം മീൻമുട്ടി പാലത്തിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ബീഹാർ പാറ്റ്ന സ്വദേശികളായ കൃഷ്ണകുമാറും ഭാര്യയും 9 വയസ്സുള്ള മകനും സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ കൃഷ്ണകുമാറിന്റെ ഭാര്യ ദീപയാണ് മരിച്ചത്. കൃഷ്ണകുമാറിന്റെയും മകന്റെയും പരിക്കുകൾ ഗുരുതരമാണ്. വാഗമൺ സന്ദർശിച്ച ശേഷം തിരികെ മടങ്ങുന്നതിനിടയിൽ വാഗമൺ വളകോട് പാതയിൽ മീൻമുട്ടി പാലത്തിൽ വെച്ച ഇവർ സഞ്ചരിച്ച ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടമാകുകയായിരുന്നു. തുടർന്ന് പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ച മൂവരും 20 അടി താഴ്ചയുള്ള ആറ്റിലേക്ക് പതിച്ചു. ആറ്റിലെ പാറക്കൂട്ടങ്ങൾക്കിടയിലേക്കാണ് ഇവർ വീണത്. സംഭവം നടന്ന ഉടനെ ഓടിക്കൂടിയ നാട്ടുകാരും വാഹനയാത്രികരും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. ആദ്യം വാഗമണിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്കുകൾ ഗുരുതരമായതിനാൽ മൂവരെയും കോട്ടയത്തേക്ക് മാറ്റി. എന്നാൽ കൃഷ്ണകുമാറിന്റെ ഭാര്യ ദീപയുടെ ജീവൻ രക്ഷിക്കാനായില്ല. കൃഷ്ണകുമാർ എറണാകുളം റെയിൽവേ ജീവനക്കാരനാണ്. ഇദ്ദേഹത്തിന്റെയും 9 വയസ്സുള്ള മകന്റെയും നില ഗുരുതരമാണ്. വാഗമൺ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അയ്യപ്പൻകോവിൽ വില്ലേജ് പടിയിൽ താമസിക്കുന്ന 3 കുടുംബങ്ങൾ ഒഴിഞ്ഞുപോകാൻ തയ്യാറാവാത്തത് മലയോര ഹൈവേ നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. പകരം ഭൂമിയും വീടും ലഭിച്ചവരാണ് കോടതി വ്യവഹാരം നടത്തി നാടിന്റെ വികസനം തടസ്സപ്പെടുത്തുന്നതെന്ന് നാട്ടുകാർ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പകരം ഭൂമിയും വീടും ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും ഇനിയും വീടൊഴിഞ്ഞു പോകുവാൻ വില്ലേജ് പടിക്കൽ താമസിക്കുന്ന 3 വീട്ടുകാർ തയ്യാറാകുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവർ നിരുത്തരവാദപരമായാണ് പ്രവർത്തിക്കുന്നതെന്നും ആരോപണമുണ്ട്. നിലവിൽ വീടൊഴിയുവാൻ തയ്യാറാകാത്ത 3 വീട്ടുകാരിൽ ഒരാൾ ഒന്നിലധികം വീടുകൾ ലൈഫ് പദ്ധതിയിൽ വാങ്ങിയെടുത്തിട്ടുള്ളതും ഇതിൽ കാഞ്ചിയാർ പഞ്ചായത്തിലെ വീട് അടുത്ത നാളിൽ ലക്ഷങ്ങൾക്ക് മറിച്ചു വിൽക്കുകയും ഒന്നിലധികം വാഹനങ്ങൾക്ക് ഉടമയുമാണിയാൾ. ഒഴിഞ്ഞുപോകുവാൻ സർക്കാർ നോട്ടീസ് നൽകിയെങ്കിലും ഇവർ കേസുകളും മറ്റും നടത്തി ഇത് തടസ്സപ്പെടുത്തുകയാണ്. മാട്ടുകെട്ട വില്ലേജ് പടിക്കൽ സ്വകാര്യ വ്യക്തികൾ കയ്യേറിയ കയ്യേറ്റ ഭൂമി സർക്കാർ റോഡ് പുറമ്പോക്കാണ്. ഇടുക്കി ഭൂരേഖ തഹസിൽദാരുടെ നിർദ്ദേശാനുസരണം താലൂക്ക് സർവേയർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമുണ്ട്. തുടർന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹൈവേ പ്രൊട്ടക്ഷൻ ആക്ട് 1999 പ്രകാരവും കേരള ലാൻഡ് കൺസർവേറ്റീവ് ആക്ട് പ്രകാരവും സർക്കാർ ഭൂമി കയ്യേറിയവർക്കെതിരെ 9/2/2024 നോട്ടീസ് നൽകിയിട്ടുള്ളതാണെന്നും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AL സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോടതി പോയ ഒരു കക്ഷി ഉണ്ടായിരുന്നത്, അതിനകത്ത് ആ കക്ഷിക്ക് 4 വീട് പഞ്ചായത്തിൻ്റെ പല പ്രാവശ്യമായിട്ട് മേടിച്ചിട്ടുള്ളതും ഒരു വീട് ഈ അടുത്ത കാലത്ത് വിൽക്കുകയും ലക്ഷങ്ങൾക്ക് വിൽക്കുകയും 2 വാഹനം മേടിച്ച വീടിൻ്റെ മുറ്റത്തുണ്ട്. ആ ഈ റോഡ് പുറമെ നിൽക്കുന്ന വീട് അവർ താമസിക്കുന്ന വീടല്ല, അവർ നിലവിൽ വാടകയ്ക്ക് കൊടുക്കുന്ന വീടാണ് പൊളിച്ചു മാറ്റേണ്ടത്. പിന്നെ 2 വീട് അതിൻ്റെ തൊട്ടടുത്തുള്ള 2 വീടിൻ്റെ എല്ലാ പണിയും പൂർത്തീകരിച്ചിരിക്കുകയാണ്. 3 ലക്ഷം സ്ഥലം മേടിച്ച് കഴിഞ്ഞാൽ 3,60,000 രൂപ ഇപ്പോൾ അവർ കൈപ്പറ്റിയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്താണ് ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുന്നത്. കാരണം ഈ KRFക്കാർ 7 ദിവസം അവധിക്ക് ഒഴിയാൻ വേണ്ടി റെക്കോർഡ് കൊടുക്കുകയും 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം ഇത് നടപടി സ്വീകരിക്കേണ്ട സെക്രട്ടറി ലീവ് എടുക്കുകയും പകരം HSക്ക് ചാർജ് കൊടുക്കുകയും ചെയ്തു.
അവിടെ പഞ്ചായത്തിൽ ചെന്നപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ ആരുമില്ല, എല്ലാവരും ലീവിലാണ്. തുടർ നടപടിയുടെ ഭാഗമായി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് അധികാരികൾക്ക് വിവരങ്ങൾ കാണിച്ച നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറി നടപടി സ്വീകരിക്കാതെ ഇവർക്ക് ഓണർഷിപ്പ് നൽകിയതായാണ് ആരോപണം. വാർത്താസമ്മേളനത്തിൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AL സതീശൻ, NSS കരയോഗം പ്രസിഡന്റ് ഗോപിനാഥ പിള്ള എന്നിവർ പങ്കെടുത്തു. നിർമ്മാണം പൂർത്തിയായ CPM രാജകുമാരി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസായ MK ജോയി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓഫീസ് മന്ദിരത്തിലെ കൊടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം ഉടുമ്പൻചോല MLA MM മണി നിർവഹിച്ചു. 1984 രാജകുമാരിയിൽ CPM സ്വന്തമായി ഓഫീസ് കെട്ടിടം സ്ഥാപിക്കുന്നത്. പിന്നീട് 40 വർഷക്കാലം പഴയ കെട്ടിടത്തിൽ പ്രവർത്തനങ്ങൾ നടന്നു. തുടർന്നാണ് 2023 പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 3 നിലകളിലായി രാജകുമാരിയുടെ ഹൃദയഭാഗത്താണ് ലോക്കൽ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് കെട്ടിടം തല ഉയർത്തി നിൽക്കുന്നത്. MK ജോയി സ്മാരക മന്ദിരമെന്ന് പേരിട്ടിരിക്കുന്ന ഓഫീസ് കെട്ടിടം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓഫീസ് കെട്ടിടത്തിനുള്ളിൽ പണികഴിപ്പിച്ചിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഹാൾ ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. DYFI മേഖലാ സെക്രട്ടറി സുമേഷ് ചമയത്തിന്റെ നേതൃത്വത്തിൽ MK ജോയിയുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തി. രാജകുമാരി ടൗണിൽ നടന്ന പൊതുസമ്മേളനത്തിൽ MK ജോയിയുടെ മാതാവ് റെബേക്ക കുര്യാക്കോസിനെ ആദരിച്ചു. ജില്ലാ സെക്രട്ടറി CV വർഗീസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശൈലജ സുരേന്ദ്രൻ, VN മോഹനൻ, MN ഹരിക്കുട്ടൻ, NV ബേബി, VA കുഞ്ഞുമോൻ, സുമാ സുരേന്ദ്രൻ, P രവി, KK തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന NSS യൂണിയനായി ഹൈറേഞ്ച് NSS യൂണിയനെ മാറ്റുന്നതിന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ നെടുങ്കണ്ടം മുണ്ടിയരിമയിൽ സംഘടിപ്പിച്ച ജ്യോതിർഗമയ പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈറേഞ്ച് NSS യൂണിയന്റെ പ്രവർത്തനം താഴെത്തട്ടു മുതൽ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. സമുദായത്തിനും സമൂഹത്തിനും ഗുണകരമാകുന്ന വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ വ്യക്തമാക്കി. ഹൈറേഞ്ച് NSS യൂണിയൻ നായർ സർവീസ് സൊസൈറ്റിയുടെ 60 താലൂക്ക് യൂണിയനുകളിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു യൂണിയനായി മാറ്റുന്നതിന് വേണ്ടി മന്നത്താചാര്യന്റെ ജീവിത അഭിലാഷം അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഹൈറേഞ്ച് NSS യൂണിയന്റെ സംഘടനാ പ്രവർത്തനം നായർ സർവീസ് സൊസൈറ്റി ആഗ്രഹിക്കുന്ന വിധത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായ തരത്തിൽ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള അംഗങ്ങൾക്ക് പോലും അതിന്റെ സംരക്ഷണം കിട്ടുന്ന തരത്തിലേക്ക് നമ്മൾക്ക് മാറ്റുവാനായി നമ്മൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. യൂണിയനിലെ വിവിധ കരയോഗങ്ങളിൽ നടക്കുന്ന വിവാഹം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് ഏകീകരണ സ്വഭാവം കൊണ്ടുവരുന്നതിനായാണ് ജ്യോതിർഗമയ പ്രവർത്തക യോഗം സംഘടിപ്പിച്ചത്. മുണ്ടിയിരുമ പട്ടം കോളനി NSS കരയോഗം ഹാളിൽ നടന്ന പരിപാടിയിൽ വിവിധ കരയോഗങ്ങളുടെ ഭാരവാഹികളും വനിതാ യൂണിയൻ ഭാരവാഹികളും പങ്കെടുത്തു. യൂണിയൻ സെക്രട്ടറി PT അജയ്കുമാർ അധ്യക്ഷനായിരുന്നു. ഭരണസമിതി അംഗങ്ങളായ PC സന്തോഷ് കുമാർ, KS ഭാസിപ്പിള്ള, KN ചന്ദ്രശേഖരൻ നായർ, കൃഷ്ണമ്മ അരവിന്ദ്, KN സുകുമാരൻ നായർ, ശ്രീജ സജീവ്, ഉഷാകുമാരി M നായർ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ കോവിൽമലയിൽ കാലാവൂട്ട് മഹോത്സവം നടന്നു. കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ കാലാവൂട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൂത്ത് ഉദ്ഘാടനം ചെയ്തു. മന്നാൻ സമുദായത്തിന്റെ ഉത്സവമാണ് കാലാവൂട്ട്. വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഉത്സവം സമുദായ അംഗങ്ങൾ വിപുലമായാണ് ആഘോഷിക്കുന്നത്. ആദിവാസി കുടുംബങ്ങൾ അവരുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ചടങ്ങ് കൂടിയാണിത്. ഒരു പകലും രാത്രിയും വീട് വിട്ട് ഒന്നുചേർന്ന് ആഘോഷത്തിൽ പങ്കുചേരും. ഈ വർഷം വ്യത്യസ്ത രീതിയിൽ സ്ത്രീകൾ യൂണിഫോം അണിഞ്ഞാണ് ആഘോഷത്തിൽ പങ്കെടുത്തത്. രാജധാനിക്ക് സമീപത്തെ ക്ഷേത്ര മൈതാനിയിലാണ് ആഘോഷ പരിപാടി നടന്നത്. കാലാവൂട്ടിനോടനുബന്ധിച്ച് നടക്കുന്ന മന്നാൻ സമുദായത്തിന്റെ തനത് കലാരൂപമായ കൂത്ത് അവതരിപ്പിച്ചു. കൂത്തിന്റെ ഉദ്ഘാടനം കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ നിർവഹിച്ചു. ഗോത്ര സമൂഹത്തിൻ്റെ അന്യം നിന്ന് പോകുന്ന ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളും സംസ്കാരമെല്ലാം തന്നെ നിലനിർത്തണമെന്നുള്ളത് പൊതുവായൊരു ആഗ്രഹമാണ്. അതിനുതകുന്ന
നിരവധി പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണങ്ങൾ തീർച്ചയായും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കൂത്തുപാട്ടിൽ നമുക്കറിയാവുന്ന പോലെ വളരെ പ്രസിദ്ധമായ സിലപ്പതികാരം കേന്ദ്രീകരിച്ചുള്ള ഒരു കലാരൂപമാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രസക്തി വളരെ വലുതാണ്. ഇളയരാജാവ് ബാലൻ ചക്കൻ അധ്യക്ഷനായിരുന്നു. കാണിക്കാരായ രാജു ചക്കമണി, രാജൻ കോലൻ, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം VR ആനന്ദൻ, മന്നാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് സുകുമാരൻ, സെക്രട്ടറി രമേശ് ഗോപാലൻ, വൈസ് പ്രസിഡന്റ് KN മണി, VP തങ്കപ്പൻ, രതീഷ് ER, കാണിക്കാരന്മാർ, മൂപ്പന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടുക്കി ICDSന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തല വയോജന സംഗമം സംഘടിപ്പിച്ചു. ഓർമ്മച്ചപ്പ് 2024 എന്ന പേരിൽ നടത്തിയ വയോജന സംഗമം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പരിപാടിയാണ് ഓർമ്മച്ചപ്പ് 2024. പാരമ്പര്യവും തനതു ശൈലികളും നേരറിവുകളും മുതിർന്ന തലമുറയുടെ അനുഭവങ്ങളും വിവിധ കലാപരിപാടികളും കലാമത്സരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വയോജന സംഗമം സംഘടിപ്പിച്ചത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നമുക്കത് കുറേ കൂടി ക്രമപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ധനകാര്യമന്ത്രി വീണ്ടും ഓർമ്മിപ്പിച്ചു, ഈ വരുന്ന ദിവസം തന്നെ കാലഘട്ടത്തിൽ തന്നെ 2 മാസത്തേക്കുള്ള പെൻഷൻ ഒരുമിച്ച് നൽകുന്നതിനെക്കുറിച്ചുള്ള തീരുമാനവും എടുത്തു കഴിയുന്നതായിട്ടാണ് ധനമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. 90 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങളെ മന്ത്രി റോഷി അഗസ്റ്റിൻ ആദരിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ വർഗീസ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിനി റോയി, സോണി ചൊള്ളാമടം തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനാ ക്യാമ്പും ഹോമിയോ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. കട്ടപ്പന 20 ഏക്കർ തൊവരയാർ ബൈപ്പാസിലെ കുഴികൾ മണ്ണിട്ട് നികത്തിയതോടെ റോഡിനിരുവശത്തും താമസിക്കുന്ന കുടുംബങ്ങൾ പൊടിശല്യം കാരണം ദുരിതത്തിൽ. മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ ഈ വഴി കടത്തിവിടുന്നതാണ് പൊടിശല്യം കൂടാൻ കാരണം. ഗതാഗതക്കുരുക്കും വലിയ ഗർത്തങ്ങളും കാരണം ഒട്ടേറെ വിമർശനങ്ങൾ നേരിടുന്ന നഗരസഭയിലെ റോഡാണ് 20 ഏക്കർ തൊവരയാർ റോഡ്. നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് വാർഡ് കൗൺസിലർ പലപ്പോഴായി പറഞ്ഞിരുന്നുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഇതിനിടെ MLA ഫണ്ടിൽ നിന്ന് പണം അനുവദിപ്പിച്ചതായി അവകാശവാദം ഉന്നയിച്ചു ചില രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും നടപ്പിലാകില്ലെന്ന് മനസ്സിലായ നാട്ടുകാർ മണ്ണിട്ട് കുഴികൾ നികത്തി. പക്ഷേ അതും പൊല്ലാപ്പായി. വേനൽ കടുത്തതോടെ വീടുകളിലേക്കാണ് റോഡിൽ നിന്ന് പൂഴി പറക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കട്ടപ്പന നഗരസഭയിലെ 27-ാം വാർഡിലെ കട്ടപ്പന താലൂക്കാശുപത്രി മുന്നിൽ കൂടി പോകുന്ന ഈ റോഡ് കക്കാട്ടയുമായിട്ട് ബന്ധിപ്പിക്കുന്ന കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ റോഡ് തകർന്ന അവസ്ഥയിലാണുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ റോഡിന് വേണ്ടി 25 ലക്ഷം രൂപ അനുവദിക്കുകയും കട്ടപ്പന നഗരസഭയിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കട്ടപ്പന നഗരസഭ ഇതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല. വാർഡ് കൗൺസിലോട് എപ്പോൾ ചോദിച്ചാലും നാളെ ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാകും എന്നാണ് അവർ പറയുന്നത്. ഈ റോഡിലെ പൊടി കാരണം, അസഹനീയ പൊടി കാരണം നാട്ടുകാർക്ക് ഈ വഴി നടന്നു പോകുന്നതിനോ വാഹനങ്ങൾ പോകുന്നതിനോ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അടിയന്തരമായി ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നാട്ടുകാരെല്ലാം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് അറിയിക്കുന്നു. മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്നതിനാൽ കോട്ടയം റൂട്ടിൽ നിന്നുള്ള കൂടുതൽ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഇത് പൊടിശല്യം കൂടാൻ ഇടയാക്കി. സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് നീക്കിവച്ചിരിക്കുന്ന തുക ഉപയോഗിച്ച് കുഴികൾ അടയ്ക്കുകയെങ്കിലും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് സാധിച്ചില്ലെങ്കിൽ ജനപ്രതിനിധികളെ അടക്കം തടയുമെന്നും ജനങ്ങൾ മുന്നറിയിപ്പ് നൽകി. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് മരുതുംപേട്ട ശാന്തിപ്പാലം റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം. 3 വർഷം മുൻപ് ജില്ലാ പഞ്ചായത്ത് അറ്റകുറ്റപ്പണി നടത്തിയ പാതയിലാണ് ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതേസമയം പാത പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ നിന്നും ചെങ്കരയിലേക്കുള്ള പാതയാണ് തകർന്നു കിടക്കുന്നത്. മരുതുംപേട്ടയിൽ നിന്നും ശാന്തിപ്പാലത്തിന് സമീപം വരെ 3 വർഷം മുമ്പ് ജില്ലാ പഞ്ചായത്ത് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. എന്നാൽ പാതയുടെ വിവിധയിടങ്ങളിൽ വലിയ ഗർത്തങ്ങളാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമായി. റോഡിന്റെ ശോചനീയാവസ്ഥ അധികൃതർ അവഗണിക്കുന്നതോടെ മഴക്കാലമാകുമ്പോൾ ഗർത്തങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതിനും റോഡിന്റെ പൂർണ്ണമായ തകർച്ചയ്ക്കും കാരണമാകും. മുൻപ് റോഡ് ഏറെ ശോചനീയമായതിനെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. എന്നാൽ നിർമ്മാണത്തിലെ അപാകതയാണ് പാത
വളരെ വേഗം തകരാൻ കാരണമെന്നാണ് ആരോപണം. ഇത് PWD ഏറ്റെടുക്കും അല്ലെങ്കിൽ PWD ഏറ്റെടുത്തെന്നുള്ള പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ കാലങ്ങളായി ഏതാണ്ട് ഒരു 10-15 വർഷമായി ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് വരെ ആ റോഡ് PWD ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ്. എന്നാൽ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തും മറ്റ് അനുബന്ധ ഡിപ്പാർട്ട്മെന്റുകളും ഈ വിഷയത്തിൽ വേണ്ടുന്ന ഒരു നടപടി സ്വീകരിച്ചില്ല എങ്കിൽ നിലനിൽക്കുന്ന ടാറിങ് പൂർണ്ണമായും നഷ്ടമാകുകയും വരാൻ പോകുന്ന കാലവർഷത്തിൽ അത് പൂർണ്ണമായും ഒലിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. ശാന്തിപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നിരവധിയായ വാഹനങ്ങൾ ഇതുവഴി കടന്നുവരും. കൂടാതെ തേക്കടി, വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തമ്മിൽ എളുപ്പമാർഗത്തിൽ ബന്ധിപ്പിക്കുന്ന പാത കൂടിയാണിത്. വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. അതേസമയം വിവിധ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാത പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നിലവിൽ റോഡിലെ കുഴികൾ അടയ്ക്കാൻ ത്രിതല പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. കട്ടപ്പന ITI കുന്ന് കുടിവെള്ള പദ്ധതി പ്രവർത്തിച്ചു തുടങ്ങി. 2,85,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. നഗരസഭാ കൗൺസിലർ ഷാജി കൂത്തോടി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ITI കുന്ന് പ്രദേശം കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമായിരുന്നു. ഇവിടെ ഷാജി കൂത്തോടി കൗൺസിലറായ ശേഷം കുടിവെള്ള പദ്ധതി ആരംഭിച്ചെങ്കിലും ഇതിൽ നിന്നും ആവശ്യത്തിന് വെള്ളം ലഭ്യമായില്ല. ഇതേ തുടർന്നാണ് മറ്റൊരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി 1,75,000 രൂപ കൗൺസിലർ അനുവദിച്ചത്. കുഴൽക്കിണർ നിർമ്മിക്കാൻ വേണ്ടി 20 ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ഓരോ കുടുംബങ്ങളിൽ നിന്ന് 5,500 രൂപ വീതം പിരിവെടുത്താണ് പദ്ധതി പൂർത്തിയാക്കിയത്. രണ്ടാമത്തെ പദ്ധതി യാഥാർത്ഥ്യമായതോടെ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഒരു പരിധിവരെ കഴിഞ്ഞു. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ കൗൺസിലർ ഷാജി കുത്തോടി നിർവഹിച്ചു. രണ്ടാം ഘട്ട കുടിവെള്ള പദ്ധതി, ആദ്യം ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു. ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ ആ കുടിവെള്ളം മതിയാതെ വരികയും കൂടുതൽ ആവശ്യക്കാരെത്തുകയും ചെയ്തപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം 1.25 ലക്ഷം രൂപ ഫണ്ട് വെച്ചു. അതോടൊപ്പം ഈ ഗുണഭോക്താക്കൾ 5,500 രൂപ വെച്ച് അടച്ചുമാണ് ഈ പദ്ധതി പൂർത്തിയായിരിക്കുന്നത്. ഇത് 15 അല്ലേ 19 കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടുന്നൊരു പദ്ധതിയാണ്. ദൈവാനുഗ്രഹം കൊണ്ട് വളരെ സമൃദ്ധമായി വെള്ളമുണ്ട്. യോഗത്തിൽ കുടിവെള്ള കമ്മിറ്റി ചെയർമാൻ രാജേഷ് KR, കൺവീനർ രാജപ്പൻ വെവറയാട്ട, PK ഷിജു, തങ്കമ്മ ആലാംപള്ളി എന്നിവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ വാളാടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിൽ ആരംഭിച്ചു. ബിൽമ എറണാകുളം റീജിയണൽ ചെയർമാൻ MT ജയൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വാളാടി കവലിയിൽ നിന്ന് ക്ഷീരകർഷകർ ചെയർമാൻ MT ജയനെ പൊന്നാടയണിയിച്ചാണ് സ്വീകരിച്ചത്. തുടർന്ന് ചെയർമാൻ നാടമുറിച്ച് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് വാളാടി സംഘവുമായി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ബന്ധമുണ്ട്. കാരണം ഞാൻ 2008 ഇതിന്റെ ചെയർമാനായി ചുമതലയേൽക്കുമ്പോൾ 15 വർഷം മുൻപ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേഖലാ വിഭാഗം ചെയർമാനായി ഇത് ചുമതലയേൽക്കുമ്പോൾ അന്ന് ബഹുമാനായ PT തോമസിന്റെ ക്ഷണം സ്വീകരിച്ച് ഞാനിവിടെ അപ്പുറത്തായിരുന്നു. അപ്പോൾ ഒരു രാത്രി വൈകിട്ട് ഒരുപാട് വൈകിയാണ് നമ്മൾ അതിന്റെ ഉദ്ഘാടനം വന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു. ഞാൻ ഓർക്കാൻ കാരണം അത് PT തോമസ് പ്രസംഗമത്തിൽ പറഞ്ഞു എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഈ ഇരിക്കുന്നത് നിങ്ങളുടെ ചെയർമാൻ എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. 2008 ഡിസംബറിലാണ് വാളാടി ക്ഷീരോത്പാദക സംഘം പ്രവർത്തനം ആരംഭിച്ചത്. 360 ലിറ്റർ പാൽ ദിവസേന മിൽമയ്ക്ക് സംഘത്തിൽ നിന്നും നൽകുന്നുണ്ട്. 37 ക്ഷീരകർഷകർ ദിവസേന സംഘത്തിൽ പാൽ അളക്കുന്നു. ഉദ്ഘാടന യോഗത്തിൽ മിൽമ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പോൾ വർഗീസ്, TG സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റ് സജി P വർഗീസ് അധ്യക്ഷനായിരുന്നു. കാഞ്ചിയാർ കോടാലിപ്പാറ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടന്നു. സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S സൂര്യലാൽ ഉദ്ഘാടനം ചെയ്തു. പട്ടികവർഗ വികസന വകുപ്പ് ITDP ഇടുക്കിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കാഞ്ചിയാർ കോടാലിപ്പാറ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ലഹരിമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S സൂര്യലാൽ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രശസ്തനായ അധ്യാപകൻ വിപിൻ വിജയൻ ക്ലാസുകൾ നയിച്ചു. നമ്മുടെ കാഴ്ചകളിൽ നിന്ന് കാണുമ്പോൾ ചിലപ്പോൾ സുഹൃത്തുക്കളാവാം, ജ്യേഷ്ഠന്മാരാവാം, ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇത് കിട്ടുന്നത്. അപ്പോൾ വേറെ ആർക്കും നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും എന്ത് കാണുകയല്ല, നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് എന്തില്ല ചിന്തിക്കുകയില്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടായിരിക്കും? നമ്മളോട് തന്നെ ഇഷ്ടം. രണ്ടാമത്തോ അത് കഴിഞ്ഞിട്ടോ അത് കഴിയുന്നില്ലല്ലോ. കാരണം ഈ നമ്മളോടുള്ള ഇഷ്ടം എന്ത് ചെയ്യല, അത് നമ്മളുടെ ഒരിക്കലും പോവുകയില്ല. ഈ നമ്മളോടുള്ള ഇഷ്ടത്തിൻ്റെ അത്രയും ഇഷ്ടം വേറെ ആരോടും ആർക്കും നമുക്ക് എന്തില്ല ഇല്ല.
നമുക്ക് തോന്നും നമുക്ക് വേറെ ആളുകളോട് ഇഷ്ടം എന്നൊക്കെ തോന്നും, പക്ഷെ നമ്മളെ കഴിഞ്ഞിട്ട് എന്തുള്ളൂ, നമുക്ക് മറ്റാളുകളോടൊക്കെ ഇഷ്ടമുള്ളൂ. അപ്പോൾ നമ്മളെക്കുറിച്ച് എങ്ങനെ ഇരിക്കണം, നമ്മളെങ്ങനെ ജീവിക്കണം, നമ്മളെങ്ങനെ തുടർന്ന് സമൂഹത്തിൽ കാണണം എന്നുള്ള ഒരു പ്ലാനിങ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ലഹരി ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നല്ല. മാധ്യമപ്രവർത്തകൻ JB ജോസഫ്, ഗായകൻ മനോജ് SK, മാസ്റ്റർ കാളിദാസൻ, കൊഴിമല ഏരിയ പ്രൊമോട്ടർ അശ്വതി രമേശ്, ഹോസ്റ്റൽ വാർഡൻ സുഭാഷ് കുമാർ KT എന്നിവർ നേതൃത്വം നൽകി. കുടുംബശ്രീ ADS വണ്ടിപ്പെരിയാർ 22ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണ ക്ലാസും റിവോൾവിംഗ് ഫണ്ട് വിതരണവും പ്രമേഹ രോഗനിർണയ ക്യാമ്പും നടന്നു. മ്ലാമല ഫാത്തിമ മാതാ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി അഴുത ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസമ്മ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ADSന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വിവിധ ജനോപകാരപ്രദമായ പരിപാടികളുടെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ 22ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ADS കുടുംബശ്രീ അംഗങ്ങൾക്കും സംഘ അംഗങ്ങൾക്കുമായുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും റിവോൾവിംഗ് ഫണ്ട് വിതരണവും സൗജന്യ പ്രമേഹ രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ മ്ലാമല ഫാത്തിമ മാതാ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസമ്മ ജെയിംസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥ ശശികല S ലഹരിക്കെതിരായ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് സൗജന്യ പ്രമേഹ രോഗനിർണയ ക്യാമ്പും നടന്നു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ചെറുപൊയ്ക മുടപ്പിലാപ്പള്ളി മഠത്തിൽ ബ്രഹ്മശ്രീ വാസുദേവൻ സോമയാജിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഫെബ്രുവരി 16 മുതൽ 21 വരെയാണ് ഉത്സവം നടക്കുന്നത്. ഭക്തിനിർഭരമായ പൂജാകർമ്മങ്ങളോടും ആചാര അനുഷ്ഠാനങ്ങളോടും കൂടിയാണ് ഉത്സവം നടക്കുന്നത്. ഒരേ നടശാലയിൽ മുഖമണ്ഡപവും വലിയ ബലിക്കല്ലും തട്ടുവിളക്കുകളും കൊടിമരവുമുള്ള കേരളത്തിലെ 3 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വണ്ടൻമേട് മഹാഗണപതി ക്ഷേത്രം. ഗണപതി മൂലപ്രതിഷ്ഠയായുള്ള ഇടുക്കി ജില്ലയിലെ ആദ്യ ക്ഷേത്രവും ഇതാണ്. ധർമ്മശാസ്താവ്, വനദുർഗ, സർപ്പദൈവങ്ങൾ എന്നീ ഉപദേവതകൾ ക്ഷേത്രത്തിന്റെ ചൈതന്യം ഉയർത്തിക്കാട്ടുന്നു. ഏലയ്ക്ക, നാണയങ്ങൾ എന്നിവ കൊണ്ട് പറ അളക്കുന്നതും വിവിധ കരക്കാർ ഐമ്പൊലി സമർപ്പിക്കുന്നതും ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗണപതി ശില്പത്തോടു കൂടിയ കാണിക്ക മണ്ഡപവും ഉള്ളത് ഈ ക്ഷേത്രത്തിൽ തന്നെ. കലവറ നിറയ്ക്കൽ, കലശാഭിഷേകം, കളഭാഭിഷേകം, ദീപാരാധന, ഉത്സവബലി, അപ്പം മൂടൽ, മഹാഗണപതി ഹോമം, നൂറും പാലും, അഖണ്ഡനാമയജ്ഞം, മറ്റു വിശേഷാൽ പൂജകൾ, പള്ളിവേട്ട, പുനർപ്രതിഷ്ഠാ ദിനാചരണങ്ങൾ, ആറാട്ടെഴുന്നള്ളത്ത്, ഘോഷയാത്ര എന്നിവ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കും. ക്ഷേത്രം പ്രസിഡന്റ് GP രാജൻ, സെക്രട്ടറി R ജയകുമാർ, ജോയിന്റ് കൺവീനർ MS ജയചന്ദ്രൻ നായർ എന്നിവർ നേതൃത്വം നൽകും. തങ്കമണി പാറക്കടവ് സരസ്വതി വിദ്യാനികേതൻ സ്കൂളിന്റെ 22ാമത് വാർഷികാഘോഷം ഹംസധ്വനി 2024 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കവിയും മാധ്യമപ്രവർത്തകനുമായ ആന്റണി മുനിയറ ചിൽഡ്രൻസ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഹംസധ്വനി 2024 എന്ന പേരിൽ നടത്തിയ വാർഷിക സമ്മേളനം മലനാട് SNDP യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ ഉദ്ഘാടനം ചെയ്തു. കവിയും മാധ്യമപ്രവർത്തകനുമായ ആന്റണി മുനിയറ ചിൽഡ്രൻസ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ഉള്ളിടത്തോളം കാലം 2 പേരെ ഉണ്ടെങ്കിൽ 2 പേര്, 4 പേരുണ്ടെങ്കിൽ 4 പേര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും എന്ന് തൊട്ട് നമുക്ക് കഴിയാതെ വന്നോ അന്ന് തൊട്ട് നമുക്ക് സങ്കടങ്ങളുണ്ടായി. ശരിയല്ലേ? ശരിയല്ലേ അമ്മച്ചി?
ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും എന്ന് തൊട്ട് നമുക്ക് കഴിയാതെ വന്നോ, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും കൊള്ളാം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും പ്രാർത്ഥിക്കാനും കഴിയാതെ വന്ന ആ നാൾ മുതൽ ഇരുട്ട് വന്ന് നമ്മളെ ഇങ്ങനെ കുറേശ്ശെ മൂടി ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്ക് നമ്മളെ ഇങ്ങനെ മാറ്റുമ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ വീടെന്നും എൻ്റെ നാടെന്നും എൻ്റെ സമൂഹമെന്നും ഉള്ള ചിന്ത നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും. സ്കൂൾ മാനേജർ വി സോജു ശാന്തികൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഭാരതീയ വിദ്യാനികേതൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ KS മധു, സെക്രട്ടറി KS പ്രസാദ്, അസിസ്റ്റന്റ് മാനേജർ സുരേഷ് കാച്ചനൂരിൽ, തങ്കമണി ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ES പ്രഭ, PTA പ്രസിഡന്റ് TN ഗോപി, MPTA പ്രസിഡന്റ് ജിഷ ദിലീപ്, കുമാരൻ തന്ത്രികൾ, MP രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിലെ മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റലൈസ് ചെയ്തതിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടന്നു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമടക്കം നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഉപ്പതറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കൂൺ കൃഷിയിൽ ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. റിട്ടയർഡ് സ്കൂൾ അധ്യാപകൻ ജോസ് ജേക്കബ് ക്ലാസുകൾ നയിച്ചു. ഒഴിവു സമയങ്ങളിലോ അല്ലാതെയോ ലാഭകരമായി കൃഷി ചെയ്യാനും വരുമാന സ്രോതസ് കണ്ടെത്താനും ആളുകളെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത്. KK മുരളീധരൻ, TV സാവിത്രി എന്നിവർ നേതൃത്വം നൽകി. 30ഓളം ആളുകൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ നേത്ര ചികിത്സാ ക്യാമ്പ് നടന്നു. NDA വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടപ്പള്ളി ഐ-കെയർ ഫൗണ്ടേഷൻ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. NDA വാർഡ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വിവിധങ്ങളായ ജനോപകാര പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുൻവർഷങ്ങളിലും ക്യാമ്പ് സംഘടിപ്പിക്കുകയും ആവശ്യക്കാർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് NDA വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നമ്മൾ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തിയിരുന്നു. അന്ന് 100ഓളം ആളുകൾ പങ്കെടുക്കുകയും 30ഓളം ആളുകൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ട്. എന്തായാലും അതുപോലെ തന്നെ ഈ വർഷവും നമ്മൾ നേത്ര ചികിത്സാ ക്യാമ്പ് നമ്മുടെ വാർഡ് NDA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഭിമുഖ്യത്തിൽ നടത്തുകയായിരുന്നു. എന്തായാലും ആളുകളുടെ നല്ല ഒരു പങ്കാളിത്തം ഈ കാര്യത്തിലുണ്ട്. വാർഡിലെ വിവിധ മേഖലകളിൽ നിന്നും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ 100ഓളം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. വാർഡിന്റെ മെമ്പറായിരുന്ന ബിനു മെമ്പർ വന്നതിന് ശേഷം നമുക്ക് ഈ പ്രദേശത്ത് ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഈ ഇടത്തളമത്തിലെ ഈ നേത്ര ചികിത്സാ ക്യാമ്പിന്റെ കൂടുതൽ ഇതിനു മുൻകാലങ്ങളൊന്നും വെച്ചിരുന്നു. അതിലും കൂടുതൽ ആൾക്കാർ ഈ പ്രാവശ്യം പങ്കെടുക്കുകയും സാധാരണക്കാരായ ജനങ്ങൾക്ക് ജനോപകാരപ്രദമായിട്ട് ഈ ക്യാമ്പ് നല്ലൊരു വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടപ്പള്ളി ഐ-കെയർ ഫൗണ്ടേഷനിൽ നിന്നും 6ഓളം ജീവനക്കാരാണ് ക്യാമ്പ് ഏകോപിപ്പിച്ചത്. തിമിരത്തിനടക്കം ശസ്ത്രക്രിയയും തുടർ ചികിത്സയും ആവശ്യമായവർക്ക് സൗജന്യമായി ചികിത്സ ലഭ്യമാക്കും. 6-ാം വാർഡ് ബിൻസാറിന്റെ നേതൃത്വത്തിൽ ഐ ഫൗണ്ടേഷൻ ഇടപ്പള്ളി ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലായി സഹകരിച്ചിട്ടാണ് ഇത് 2ാമത്തെ തവണയാണ് ഈ ഒരു SNDP ഹാളിൽ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത്. കഴിഞ്ഞ ക്യാമ്പിൽ 100ഓളം ആൾക്കാർ പങ്കെടുക്കുകയും അതിൽ 20ഓളം ആൾക്കാർക്ക് തിമിരത്തിൻ്റേതായിട്ടുള്ള സർജറി നമുക്ക് ഐ ഫൗണ്ടേഷൻ എറണാകുളം ഹോസ്പിറ്റലിൽ കൊണ്ട് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അവരെല്ലാം പൂർണ്ണ കാഴ്ചയോട് കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ 2ാമത്തെ ഒരു ചെക്കപ്പിലൂടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് വന്നിട്ടുള്ള 10ഓളം ആൾക്കാർ അതിലിപ്പോൾ ഈ സമയം ആയിട്ടുള്ളൂ 10ഓളം ആൾക്കാർക്ക് തിമിര ശസ്ത്രക്രിയ ഹോസ്പിറ്റലിൽ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ശസ്ത്രക്രിയ വേണ്ടവർക്ക് വാഹന സൗകര്യം ഉൾപ്പെടെ ലഭ്യമാക്കിയാണ് ചികിത്സ നൽകുന്നത്. BJP വണ്ടിപ്പെരിയാർ കന്നിമാർ ചോല ബൂത്ത് കമ്മിറ്റിയുടെയും നോവ മൊബൈൽ എക്സ്റേ സ്കാൻ ചെന്നൈയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ ജീവിതശൈലി രോഗനിർണയവും എക്കോ ECG പരിശോധനകളും നടന്നു. തമിഴ്നാട് ചെന്നൈ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന നോവ മൊബൈൽ എക്സ്റേ സ്കാന്റെ സഹായത്തോടെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവയും ഇതോടൊപ്പം എക്കോ, ECG എന്നിവയും പരിശോധിച്ചു. യോഗത്തിൽ BJP പെരിയാർ ഏരിയ പ്രസിഡന്റ് അരുൺ മുഖ്യ അതിഥിയായിരുന്നു.
പ്രസിഡന്റ് സുജിത് കുമാർ PS, സെക്രട്ടറി പ്രദീപ് TP, ബൂത്ത് കമ്മിറ്റി അംഗങ്ങളായ മജേഷ് PS, ബിനോയ് NT, യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സനീഷ് കോമ്പറമ്പിൽ തുടങ്ങിയവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇടുക്കിയുടെ ചരിത്രത്തിലെ മായ്ക്കാനാകാത്ത താളുകളിൽ എഴുതി ചേർക്കപ്പെട്ടവരാണ് ആദിവാസി സമൂഹമായ മന്നാന്മാർ. തലതൊട്ടപ്പന്മാർ മുതൽ ആചരിച്ചു പോരുന്ന ഇവരുടെ കാലാവൂട്ട് മഹോത്സവവും ഏറെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു വിളവെടുപ്പ് ഉത്സവമായ കാലാവൂട്ട് മഹോത്സവവും പാരമ്പര്യ കൂത്തും കാഞ്ചിയാർ കോവിൽമലയിൽ അരങ്ങേറിയത്. കോവിൽമല മുത്തിയമ്മ ദേവി ക്ഷേത്രത്തിലെ നിർമാല്യ ദർശനത്തോടെയാണ് കാലാവൂട്ടിന് തുടക്കം കുറിച്ചത്. ഇടുക്കിയിൽ നിന്നും സമീപ ജില്ലകളിലെ മന്നാൻ സമുദായത്തിലെ 46 ഊരുകളിൽ നിന്നും ആളുകൾ ചടങ്ങിനെത്തി. വിളവെടുപ്പ് ഉത്സവമായും മരിച്ചവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയുമാണ് കാലാവൂട്ടും കൂത്തും നടത്തുന്നത്. മലദൈവങ്ങളെ സാക്ഷി നിർത്തിയുള്ള കോവിലാൻപാട്ട് കൂത്തിൽ അവതരിപ്പിച്ചു. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയാണ് കൂത്ത് ആടിയത്. ഇന്ത്യയിൽ നിലവിലുള്ള ആദിവാസി രാജവംശങ്ങളിലൊന്നാണ് മന്നാൻ ആദിവാസി സമുദായം. ഇടുക്കിയിലെ മന്നാൻ ആദിവാസി സമുദായത്തിന്റെ രാജതലസ്ഥാനമാണ് കോവിൽമല. കോഴിമലയെന്നും അറിയപ്പെടുന്നുണ്ട്. തനത് ആചാരങ്ങളും വ്യത്യസ്ത അനുഷ്ഠാനങ്ങളും നിരവധി പാരമ്പര്യ കലകളുമുള്ളവരാണ് മന്നാൻ സമുദായം. കാലാവൂട്ട് ദിനം കേരളത്തിലെ മുഴുവൻ മന്നാൻ ആദിവാസി ഊരുകളിൽ നിന്നുമുള്ളവർ രാജാവായ രാമൻ രാജമന്നാന്റെ ആസ്ഥാനമായ കോവിൽമലയിൽ എത്തി. സൂര്യൻ അസ്തമിക്കാറാകുമ്പോൾ തുടങ്ങുന്ന കൂത്ത് പുലർച്ചെ വരെ നീണ്ടു നിൽക്കും. 7 ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ അവസാന ദിനമാണ് കാലാവൂട്ട് മഹോത്സവം നടക്കുക. എല്ലാ വർഷവും നമ്മുടെ മന്നാർ സമുദായത്തിലുള്ള ആളുകൾ താമസിക്കുന്ന എല്ലാ ഊരിലും മകരം കുംഭമാസങ്ങളിലായിട്ട് ഇതുപോലെയുള്ള കാലാവൂട്ട് മഹോത്സവം നടക്കും. അതിൽ കോവിൽമലയിൽ നടക്കുന്നതാണ് വളരെ പ്രാധാന്യമായ മഹോത്സവം. ഇതിൻ്റെ പ്രത്യേകത നിരവധി ഊരിലുള്ള ആളുകൾ ഇവിടെ വന്ന് എത്തിച്ചേർന്ന് ദേവിയെ ദർശിക്കുകയും അതോടൊപ്പം തന്നെ നേർച്ചകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയെല്ലാം നടത്തി കൂത്തുപാട്ട് അവതരിപ്പിച്ച് സന്തോഷമായി പിരിയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. അത് ഞങ്ങളുടെ ആചാരത്തോടും അനുഷ്ഠാനത്തോടും ചേർന്ന് കിടക്കുന്ന ഒരു മഹോത്സവമാണ്. ഈ ഒരു മഹോത്സവത്തോടനുബന്ധിച്ച് നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ രാവിലെ തന്നെ തുടങ്ങുന്ന നിരവധി ചടങ്ങുകളുണ്ട്. ആഘോഷ ദിവസങ്ങളിൽ 3 വർഷത്തിൽ മരണപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി അവരുടെ കുടികളിൽ പായ വിരിച്ച് അതിൽ വെള്ളത്തുണി വിരിച്ചിടും. അതിന് തൊട്ടടുത്തായി വെള്ളം നിറച്ച ചെറിയ മൺകലം വയ്ക്കും. ഈ 7 ദിവസവും വൈകിട്ട് മരിച്ചവരുടെ ഓർമ്മയ്ക്കായി മൺകലം അവരുടെ കല്ലറയിൽ വെച്ച് പതുക്കെ മറിച്ചിട്ട് വെള്ളം ഒഴുക്കി വിടും. നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതോടൊപ്പം നടക്കും. അവരുടെ പാരമ്പര്യ കലകളും അവതരിപ്പിക്കും. പെൺവേഷം കെട്ടിയ പുരുഷന്മാരടക്കം അവരുടേതായ പാട്ടുകൾ പാടി വട്ടത്തിൽ കറങ്ങി നൃത്തം വയ്ക്കും. നൃത്തം ചെയ്യുന്നവരുടെ മുഖമെല്ലാം പ്രത്യേക രീതിയിൽ ചായം പൂശും. നർത്തകരുടെ താളത്തിനൊത്ത് കാണികളും നൃത്തം വയ്ക്കും. ഞങ്ങളുടെ രീതിയിലാകുമ്പോഴത്തേന് ഇത് വർഷം തോറും നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കാലാവൂട്ട് സംഭവമാണ്. ഇത് ആദിവാസികൾ എന്ന് പറയുമ്പോ ഇളയരാജാവും വലിയ രാജാവുമായിട്ടുള്ള നടത്തുന്നതാണ്. ഈ കുടി 2 മുരിക്കാട്ടുകുടിയിലെയും കോഴിമലയിലുമുള്ള ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ 46 കുടിവടലിൽ വന്ന ആൾക്കാരാ വന്ന് കാണുകയും അതുപോലെ തന്നെ അവരെ വന്ന് കൂടി കാണിക്കാരന്മാരും മൂപ്പന്മാരും 4 മൂപ്പന്മാരും എല്ലാം വന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുണ്ടാക്ക് നൂത്തിക്കുന്ന അത് ആർത്തക്ക് ശേഷം മേലോട് മിന്ന് ചത്തുപോയ മൂപ്പന്മാർക്കും
അതുപോലെ ഉള്ള ആൾക്കാർക്കെല്ലാം ഉള്ള നേർച്ചകളും കാഴ്ചകളും എല്ലാം ഇപ്പണേലെ മൂപ്പനും അതുപോലെ തന്നെ കാണിക്കാരന്മാരാളും ഒക്കെ കൂടി ചേർന്ന് ആ കാര്യമെല്ലാം ഉണ്ണാക്ക് നല്ല രീതിക്ക് ഇവിടെ ചെയ്യും. കോവിൽമലയിൽ കൂത്ത് കാണാനും ഇവരുടെ ജീവിതം പഠന വിഷയമാക്കാനും നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഒരു ഉത്സവം ഈ നടക്കുന്ന അറിഞ്ഞിട്ട് കാണാൻ വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ട് വന്നതാണ്. ഒരു 2.5 മണിക്കൂർ കാത്തു നിന്നിട്ട് ഇപ്പൊ ഈ പരിപാടി കാണുന്നത്. അപ്പൊ ഈ നാട്ടിൽ ഇല്ലാത്ത ആളെ സംബന്ധിച്ച് എനിക്കൊരു പുതിയ ഒരു ചടങ്ങ്, ഇങ്ങനെ ചടങ്ങ് നമ്മുടെ നാട്ടിൽ ഇല്ല. അപ്പൊ ഇത് ഇടുക്കിക്ക് മാത്രം അവകാശപ്പെട്ടിട്ടുള്ള വളരെ എക്സ്ക്ലൂസീവ് കാര്യമാണ്. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും. ഞങ്ങള് മരിയൻ കോളേജിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസാ. ഞങ്ങള് ആദ്യമായിട്ടായി മന്നാൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ ഈ ഒരു കൂത്ത് കാണാൻ വരുന്നത്. അവരുടെ ഒരു കൾച്ചറും രീതികളും ഒക്കെ അറിയാൻ പറ്റിയൊരു ഭയങ്കര സന്തോഷമുണ്ട്. പരമ്പരാഗത മന്നാൻ സമുദായത്തിന്റെ സംസ്കാരം നിലനിർത്താനാണ് വർഷം തോറും കാലാവൂട്ട് മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ആദിവാസി രാജാവിനെയും അതിഥികളെയും സ്റ്റേജിലിരുത്തിയാണ് കൂത്ത് അവതരിപ്പിക്കുക. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 219, വിൽപ്പനയ്ക്ക് വന്നത് 58,703, വിൽപ്പന നടന്നത് 56,632, കൂടിയ വില 2015, ശരാശരി വില 1,470. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 525 രൂപ, ഏലം കൂടിയ വില 1,400, ഏലം ശരാശരി വില 1,200. കാപ്പിപ്പരിപ്പ് 260, ഗ്രാമ്പു 950, കൊക്കോ 65, റബ്ബർ 145. സ്വർണം വെള്ളി വിപണി. സ്വർണ്ണ ഗ്രാമിന് 5,745 രൂപ, വെള്ളി 76. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ക്ഷീരകർഷക സംഗമം പടവ് 2024 ചക്കുവള്ളം അണക്കരയിൽ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ക്ഷീരമേഖലയിൽ സർക്കാർ നടത്തിവരുന്ന ഇടപെടലുകൾ കേരളത്തെ ക്ഷീരകർഷക സൗഹൃദ സംസ്ഥാനമായി രൂപാന്തരപ്പെടുത്താൻ സഹായിച്ചുവെന്ന് മന്ത്രി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രതിഷേധ ജാഥയ്ക്ക് 21 കട്ടപ്പനയിൽ നൽകുന്ന സ്വീകരണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ. വൈകിട്ട് 4 മണിക്ക് സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിന്റെ 5 കേന്ദ്രങ്ങളിൽ നിന്ന് പ്രകടനമായാണ് പ്രവർത്തകർ സമ്മേളന നഗരിയിലെത്തുക. പൂപ്പാറയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾ സമരം സംഘടിപ്പിച്ചു. സമരം കോടതി വിധിയെ തുടർന്ന് പൂപ്പാറ പന്നിയാർ പുഴയോരത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ച് അനുകൂല തീരുമാനം ലഭിക്കുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരികൾ. കണ്ണ് തെറ്റിയാൽ കൃഷിയിടത്തിൽ കള്ളന്മാരുടെ ശല്യം രൂക്ഷമായതോടെ കള്ളനെ പിടികൂടുന്നവർക്ക് 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച് നെടുങ്കണ്ടം തൂക്കുപാലം സ്വദേശിയായ കർഷകൻ പാരിതോഷികം പ്രഖ്യാപിക്കാൻ നിർബന്ധിതനായത് ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ കള്ളന്മാരുടെ ശല്യം രൂക്ഷമായതോടെ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.